ഈ അധ്യാപകരെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും. കാരണം ഇതൊരു എൽ.പി. സ്കൂളാണ്. ഇവിടെ പഠിപ്പിച്ചവരാണ് 10ഉം 15ഉം 20ഉം വർഷമൊക്കെ ഈ സ്കൂളിൽ പഠിപ്പിച്ചവരുണ്ട്. അവരിൽ ആ പഠിപ്പിച്ചവരിൽ തന്നെയാണ് പിന്നീട് യു.പി.എസ്സിലേക്കും ഹൈസ്കൂളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കും പോയിട്ടുണ്ടാവുക. ചില രക്ഷിതാക്കളെയെങ്കിലും ഈ അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ടാവും. പൂർവ്വ വിദ്യാർത്ഥികൾ ഈ അധ്യാപകരുടെ ഓർമ്മ പങ്കുവെച്ചു. ഞങ്ങളുമായി ഒന്ന് കേട്ടുവരാം. ഞങ്ങൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു ആശ ടീച്ചർ, റംല ടീച്ചർ, പിന്നെ മജീദ് മാഷ്, ഹസ്ന ടീച്ചർ, അതൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. കുട്ടികളായിട്ടുള്ള അടുപ്പൊക്കെ അല്ല തന്നെയാണ്. പിന്നെ റംല ടീച്ചർ, ആശ ടീച്ചർ, മജീദ് മാഷ്. സബ്ജക്റ്റ് എന്താ? പരിസര പഠനം. ഞങ്ങൾ മൂന്നാളും ഒരേ ക്ലാസ്സിലായിരുന്നു. അവരൊക്കെ നല്ല സ്വഭാവമായിരുന്നു. ഇവനക്ക് വേണ്ടിയിട്ട് എന്താ ടൂറ് പോയപ്പോൾ ഓൽക്ക് വേണ്ടിയിട്ടുള്ള പൈസ ഒക്കെ എടുത്തുക ആശ ടീച്ചർ പറയും. ഇവന് അത് കഴിയാത്തതുകൊണ്ട് ഓനക്ക് വേണ്ടിയിട്ട് എടുത്തൊക്കെ ചെയ്തിരുന്നു ക്യാഷൊക്കെ. ഇപ്പോൾ ഈ മജീദ് മാഷ് പറഞ്ഞ ആൾക്ക് കണ്ണിന് കാഴ്ചയില്ല. അതിൻ്റെ ഭാര്യയാണ് ഈ റുക്കിയ പറഞ്ഞ ആള് ഈ എല്ലാ ടൂറിനും ഞങ്ങളന്ന് മലമ്പുഴയ്ക്ക് പോവുകയാണെങ്കിലും പാട്ട് പാടിയിട്ടും ബസ്സിലെല്ലാതും പാട്ട് പാടിയിട്ടും വർത്തമാനം പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ പോക്ക്. ആശ ടീച്ചറൊക്കെ പാട്ട് പാടില്ല, എല്ലാ ടീച്ചർമാരും. പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മിക്കുകയാണ്. ഇത് അബ്ദുൽ മജീദ് മാഷിൻ്റെ 2 കണ്ണിനും കാഴ്ചശേഷിയില്ലല്ലോ. അപ്പോൾ കാഴ്ച പരിമിതി ഉണ്ടെങ്കിൽ പോലും അബ്ദുൽ മജീദ് മാഷിൻ്റെ യാത്രകളിൽ എപ്പോഴും റുഖിയ തൻ്റെ പങ്കാളിയാണ് യാത്ര അനുഗമിക്കുക. ഈ കാഴ്ചകളുടെ സൗന്ദര്യമൊക്കെ റുഖിയ പറഞ്ഞു കൊടുത്താണ് അബ്ദുൽ മജീദ് മാഷ് അറിയുക. പക്ഷെ അബ്ദുൽ മജീദ് മാഷ് വല്ലാത്ത വൈബുള്ളൊരു മാഷായിരുന്നു എന്നുള്ളതാണ്. ഏത് യാത്രയിലും പാട്ടൊക്കെ പാടി കുട്ടികളെയൊക്കെ ഉഷാറാക്കി, നിങ്ങൾ പാട്ടൊക്കെ പാടണം, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു മാഷാണ്. ആ മാഷടക്കമാണ് ഈ അപകടത്തിൽ പെട്ടുപോയത്.